എയിംസ് ബി.എസ്.സി നഴ്സിംഗ് എൻട്രൻസ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 24 നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എക്സാം എങ്ങനെ വരും, എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, പിന്നെ ഇതിൻ്റെ സിലബസ് എങ്ങനെയാണ്, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 3.5 months ഇനിയും ഉണ്ട്. നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ എക്സാമിന് നല്ല റിസൾട്ട് കിട്ടും. ഇതിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത് 100 മാർക്സിലാണ്. ടോട്ടൽ മാർക്സ് 100 മാർക്സ് ആണ്. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. 2 hour ആണ് എക്സാം ഉണ്ടായിരിക്കുക. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1 മാർക്കാണ് കറക്റ്റ് ആൻസർ ആണെങ്കിൽ. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിൽ 1 മാർക്ക് ഈച്ച് ക്വസ്റ്റ്യൻസിന് കിട്ടും. പിന്നെ നെഗറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ -1/3 എന്ന രീതിയിലാണ്. അതായത് നിങ്ങളുടെ 3 ആൻസേഴ്സ് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ ഉള്ളത്. എക്സാം സിലബസിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജനറൽ നോളജ്, ഇങ്ങനെ 4 സബ്ജക്റ്റാണ് മെയിൻലി ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഫിസിക്സിന് 30 മാർക്സ്, കെമിസ്ട്രിക്ക് 30 മാർക്സ്, ബയോളജിക്ക് 30 മാർക്സ്, GK ജനറൽ നോളജിന് 10 മാർക്സ്, അങ്ങനെയാണ് വരിക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ പഠിക്കുമ്പോൾ +1, +2 നിങ്ങൾ എന്തൊക്കെ ടോപ്പിക്സ് ആണോ പഠിച്ചത് ആ കംപ്ലീറ്റ് ലെസൺസും നിങ്ങൾ ഇതിന് വേണ്ടി പഠിക്കേണ്ടതാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓരോ ചാപ്റ്ററും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഈ 3.5 months കൊണ്ട് നടക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും. പക്ഷേ തീർച്ചയായും നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ റിപ്പീറ്റേഷൻ ആൻഡ് ഹാർഡ് വർക്കിംഗ് ഇതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. പിന്നെ ജനറൽ നോളജ് നിങ്ങൾ പഠിക്കുമ്പോഴേക്കും ഒരു 6 to 7 months ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, ഈ എയിംസ് എക്സാമിന്, എൻട്രൻസ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് 6 to 7 years ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫുൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് റിപ്പീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ഒരു ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളിപ്പം ഒരു ലെസൺ കംപ്ലീറ്റ് പഠിക്കുന്നതിലും എത്രയോ ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുകയും ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് 6 to 7 years ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതും ഇതിന് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ ടൈം കളയാനില്ല. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഡെഡ് ലൈൻ ഏപ്രിൽ 24 ആണ്. അതിനു മുന്നേ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പ്രോസ്പെക്ടസ് കറക്റ്റ് റീഡ് ചെയ്തിട്ട് വേണം. എയിംസിൻ്റെ സൈറ്റിൽ കയറി പ്രോസ്പെക്ടസ് കറക്റ്റ് റീഡ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാവുള്ളൂ. പിന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ തീർച്ചയായും പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്കൊരു കോഴ്സ് ചെയ്യാൻ പറ്റുക. അത് വലിയ ഭാഗ്യമായിരിക്കും. അതിനൊരുപാട് മെറിറ്റ്സ് ഉണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഒട്ടും തന്നെ സമയം കളയരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. താങ്ക് യു.